ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചു, നമുക്ക് കോഴിക്ക് കൊടുക്കുന്ന അഴുക്ക് വെള്ളമാണോ, ഇങ്ങനെ അഴുക്കായി കൊടുക്കണ കുറച്ച് നെഗറ്റീവ് കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, നമ്മൾ എന്താണ് വെള്ളം കൊടുക്കുന്നത്, എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നന്നായിട്ട് പറയുന്നുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന വെള്ളങ്ങൾ, പിന്നെ കോഴികൾക്ക് കൊടുക്കുന്ന ഇലകൾ ഒക്കെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടേക്കുക. അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നിതാ നമ്മൾ താറാംകൂട്ടങ്ങളിലേക്കാണ് വന്നത്. നമ്മൾ എല്ലാ ദിവസവും അപ്പുറത്ത് കഴിഞ്ഞിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഇന്ന് ആദ്യം ഈ കൂട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്ത് വലിയവർക്ക് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം നമുക്കിവിടെ കുറച്ച് പുള്ളിക്കോഴികളും ഞെക്കിനെക്കും കുറച്ച് കോഴികൾ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ താറാവൊക്കെ ആണെങ്കിലും കുറേ നീര് എന്നെ അവിടെ നിന്ന് ഒച്ചെടുത്ത് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാവരും എന്നെ കണ്ടതോടെ എന്ന കുളത്തിൽ നിന്നൊക്കെ കയറി വന്ന് എങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് അവർ. അപ്പോൾ അവർക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ അതാ ഇവർ ബേസത്തിലാണ് ഇന്ന് ഫുഡ് വെച്ച് കൊടുത്തേച്ച്. ഇതാണ് നമ്മുടെ കോഴിപ്പാത്രം. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കാറ്. ഫുഡ് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പൊട്ടും പൊടിയൊക്കെ ഉണ്ടായിരിക്കും, അത് നമ്മളിങ്ങനെ കൊട്ടിക്കളഞ്ഞു കളയും. പിന്നെ കുഞ്ഞു കോഴിയുള്ളപ്പോൾ ഉണ്ടെന്ന് താഴ്ത്തി ഇങ്ങനെ വെച്ച് കൊടുത്തേച്ചത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതിലെത്തിയില്ലെങ്കിലോ ഒന്ന് കരുതി അങ്ങനെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിലാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ അതായത് ഇപ്പോൾ രാവിലെ കൊടുത്തപ്പോൾ ബേസത്തിൽ കൊടുത്തിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഓഫാണ് രാവിലെ കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ അതിലേക്ക് തീറ്റയും വെച്ച് കൊടുത്തു. നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇലകളാണ് ഇവർക്കും. ഇലകളൊക്കെ തിന്ന് പഠിക്കണ്ടേ ഇവരും, കുട്ടികളല്ലേ. അപ്പോൾ ഇവർക്ക് ഇലകൾ നമ്മൾ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്, ഇങ്ങനെ ഇലകളൊക്കെ കൊടുത്ത്. അപ്പോൾ വെള്ളം നമ്മൾ ഇവിടെ തന്നെ പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസത്തിൽ വെള്ളം ഫ്രഷ് രാവിലത്തെ മാറ്റി വൈകുന്നേരം നല്ല ഫ്രഷ് വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കാര്യം കുറച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്തായാലും പറയാം. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ ക്ലാരിഫിക്കേഷൻ ആയില്ലേ, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എന്ത് വെള്ളമാണോ കുടിക്കുന്നത് ആ വെള്ളം തന്നെയാണ് കേട്ടോ കോഴികൾക്കും കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ കൂട്ടി തന്നെ പൈപ്പ് സെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലത്തെ മാറ്റിയിട്ട് വൈകുന്നേരവും രാവിലെ ഒരു കംപ്ലീറ്റ് എന്തോ അങ്ങനെ മണ്ണൊക്കെ അതിൻ്റെ വീഴും. പിന്നെ നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ സംശയം തോന്നിയേക്കാം നിങ്ങൾക്കെങ്കിൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചുകൂടി. നമ്മൾ അങ്ങനെ 3-4 സ്ഥലം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കതിനേക്കാളൊക്കെ സാറ്റിസ്ഫാക്ഷനായിട്ട് തോന്നിയത് ഇതുപോലെ ബേസത്തിൽ വെള്ളം കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് കുറച്ചുകൂടി കുടിക്കാനും. മറ്റുള്ള നല്ലതല്ല എന്നല്ല, അവർ അഴുക്കൊന്നും നല്ല കിടക്കും. പക്ഷേ എന്നാൽ അത് ക്ലീൻ ആക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നിയുകൊണ്ടാണ് നമ്മൾ ഇതിൽ തന്നെ വെച്ച് കൊടുത്തത്. ഇതാകുമ്പോൾ ഫ്രഷ് ആയിട്ടിരുന്നോളും. പിന്നെ നമ്മുടെ താറാവിനൊക്കെ ഫുഡ് കൊടുത്തു. ഇനി നമുക്ക് പ്രാവ് ഉണ്ട്, 2 പ്രാവിന്. അതൊരു ഭംഗിക്ക് മാത്രം വളർത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്നത് വജ്രമാണ്. അപ്പോൾ വജ്രം അതിൻ്റെ അകത്ത് പ്ലേറ്റിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വജ്രം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചത് അവിടെ താഴ്ത്ത്, പക്ഷേ ആ പാത്രത്തിൽ ഇട്ട് കൊടുത്തതല്ല അവർ ആദ്യം വന്ന് തിന്നണത്. അവിടെ താഴ്ത്ത് കുറച്ച് വീണതാണ് ആദ്യം വന്ന് അവർ തിന്നുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് 2 മുട്ടയൊക്കെ ഇട്ട് ആൾ അടയിരിക്കുമായിരുന്നു. അപ്പോൾ മുട്ട ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ 2 മുട്ടയൊക്കെ ഇട്ട് അയാൾ അടയിരിക്കുകയാണ്. അപ്പോൾ ഇനി കുഞ്ഞ് വിരിയോ ഇല്ലയോ ഒന്നും അറിയില്ല. നല്ല കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രാവുണ്ടായിരുന്നു. ഒരുപാട് ടൈപ്പും ഒരുപാട് വെറൈറ്റീസ് പ്രാവുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിനെയൊക്കെ നിർത്തി എല്ലാം കൂടി കൺട്രോൾ ചെയ്ത് പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുമല്ല എല്ലാത്തിനും കൂടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല എക്സ്പെൻസ് ഒരു മാസം തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കോഴികളെ മാത്രമേ കൺട്രോൾ ചെയ്ത് പോകുന്നു. കോഴികളുണ്ട്, താറാവുകളുണ്ട്, ബേഡ്സ് ഒന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ നല്ല എക്സ്പെൻസ് വരുന്നതുകൊണ്ടാണ്. കാരണം എല്ലാത്തിനും കൂടിയുള്ള ഒരു തിരിച്ചെലവ് എന്ന് പറയുമ്പോൾ ഒരു മാസത്തിലേക്ക് നല്ല എക്സ്പെൻസ് വരും. അത് എല്ലാം കൂടി ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം നല്ല എല്ലാ തീറ്റക്കാശും നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നിനും ഓരോ കിലോത്തിനും നല്ല എമൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് മുമ്പ് വളർത്തുന്നതിനേക്കാളും. അപ്പോൾ താറാവിനൊക്കെ നമ്മൾ 2 പ്ലേറ്റിലേക്ക് കൊടുത്ത് ഇപ്പോൾ അവരൊക്കെ കഴിച്ചു. പിന്നെ നമുക്കിവിടെ ചെമ്മീത്തല കിട്ടും കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഫാദറാണെങ്കിലും ചെമ്മീൻ കമ്പനി വളർന്നതുകൊണ്ട് നമുക്ക് ചെമ്മീത്തലയൊക്കെ കിട്ടും. അപ്പോൾ ചെമ്മീത്തലയൊക്കെ നമുക്ക് കൂടുതലും താറാവിന് കൊടുക്കാറുണ്ട്. താറാവിന് നല്ലതാണ് ചെമ്മീത്തല. അതിൽ മുട്ടയിടാനും ഒക്കെ സ്ഥിരമായിട്ട് ചെമ്മീത്തല കൊടുക്കുവാണെങ്കിൽ സ്ഥിരമായിട്ട് വലിയ മുട്ടയൊക്കെ കിട്ടും.
അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാനിത് എടുക്കുന്നത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയാണ്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല ഒരുപാട് ഗുണമുള്ള ഇലയാണ്. ഇപ്പോൾ ഇത് പക്ഷേ കോഴികൾക്ക് മാത്രമല്ല നമുക്കും വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ ആയിട്ട് നല്ല ഒരു ഇലയാണ്. കാരണം ഷുഗറിനൊക്കെ ആണെങ്കിലും വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഇലയാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് കുറച്ച് ഫാഷൻ ഫ്രൂട്ടിൻ്റെ എടുക്കേണ്ട, പിന്നെ കുറച്ച് വേപ്പിലയും എടുക്കേണ്ട. വേപ്പിലയും അതുപോലെ തന്നെ വളരെ ഗുണമുള്ള സാധനം. വേപ്പില ശരിക്കും നമ്മളെന്ത് ചെയ്യുക, ഭക്ഷണത്തിലിട്ടിട്ട് അത് വേസ്റ്റ് ആവശ്യം കഴിഞ്ഞ് കളയാണ് ചെയ്യണം അല്ലേ. പക്ഷെ അത് ചവച്ച് തിന്നാനും അതുപോലെ പറഞ്ഞ ഷുഗറിനും അമിതവണ്ണത്തിനും വയറ് കുറയാനും ഒക്കെ വെറും വയറ്റിൽ വേപ്പില തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കോഴികൾക്കാണ്. ഇപ്പോൾ കോഴികളുടെ സബ്ജക്റ്റ് എടുത്തിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടത്തിലൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ വേപ്പിലയും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. വേപ്പിലയും കുറച്ച് ഓവറായിട്ടില്ല, എന്നാലും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവ രണ്ടും കൂടിയാണ് നമുക്കിന്ന് കോഴികൾക്ക് കൊടുക്കേണ്ടത്. വേപ്പിലേൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത് കോഴികൾക്ക് വളരെ നല്ലതാണ് വേപ്പില. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഫുഡിൻ്റെ കൂടെ അരച്ച് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ അരക്കണമെന്നില്ല, കാരണം നമുക്കിത് കുഞ്ഞു കോഴികൾക്കും കൊടുക്കേണ്ട കാരണം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അവരും കൂടി കൊത്തി ഇലയൊക്കെ തിന്ന് പഠിക്കട്ടെ. അത് കൂട്ടിൽ അടച്ചിട്ടില്ല വളർത്തണം. അപ്പോൾ അത് അവർക്കും കൂടി കരുതിയാണ് ഞാനിങ്ങനെ ഇല അരിഞ്ഞെടുത്തത്. അങ്ങനെ എല്ലാവർക്കും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് കുഞ്ഞിക്കോഴികൾക്കും വലിയ കോഴികൾക്കും കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം സെറ്റ് അവർക്ക് കൊടുത്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അഴുക്കായ വെള്ളം എന്ന് പറയുന്നത്. ഇത് ഞാൻ രാവിലെ വെച്ച് കൊടുത്ത വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴാണ് ഇത് അഴുക്ക് പിടിച്ചിരിക്കുന്ന വെള്ളമാണല്ലോ എന്ന് കരുതുന്നത്. അപ്പോൾ ഇന്നലത്തേക്കാളും അപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം തോന്നുന്നത്. അത് ബോക്സിൽ ചെറിയൊരു അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആ ബോക്സ് കഴുകിയിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബോക്സിൻ്റെ സൈഡിലൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ രാവിലെ പറഞ്ഞ ബോക്സാണ്, ഇന്നലെ പറഞ്ഞ ആ ബോക്സ് കഴുകുവാണ് ഞാൻ. കണ്ട ഈ സൈഡിലൊക്കെ അഴുക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ വെള്ളം വെക്കുമ്പോഴത്തേക്കും കറുത്തിരിക്കും പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞാൻ ബോക്സൊക്കെ നല്ലപോലെ തേച്ച് കഴുകിയിട്ടുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് കേട്ടോ ആ ബോക്സൊക്കെ തേച്ച് കഴുകണേ. എല്ലാ ദിവസവും തേച്ച് കഴുകാറില്ല. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ തേച്ച് കഴുകാറില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ കഴുകാറുണ്ട്. കഴുകി മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഇത് രാവിലത്തെ വീഡിയോ ആണിത്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളൊന്നും രാവിലത്തെ വൈകുന്നേരം കാണിക്കും, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ഒരു ഏകദേശം 11 മണിയായിട്ടുണ്ടായിരുന്നു. സാധാരണ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡും വെള്ളം വെച്ച് കൊടുക്കണം. ഇന്നൊരു 10-11 മണിയായി. അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടിയും ഐസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഉച്ച സമയം കൊണ്ട് തന്നെ ഐസ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഐസ് ഓവർ ഐസല്ല, എന്നിരുന്നാലും ആ വെള്ളത്തിൻ്റെ ഒരു കൂളിങ്ങിന് എത്രയും ഉച്ച സമയങ്ങളിൽ നല്ലൊരു കൂളിങ്ങിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഐസ് ഇട്ടൊന്നും കൊടുക്കാറില്ല, ഇടയ്ക്ക് ഐസ് ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും ഐസ് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കഫക്കെട്ടൊക്കെ വന്നേക്കാം. അതുകൊണ്ട് എല്ലാ ദിവസവും ഇട്ട് കൊടുക്കാറില്ല. അതുപോലെ തന്നെ ഞാൻ കൊടുക്കുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ് പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ വേപ്പില ആര്യവേപ്പിൻ്റെ അരച്ചോ അങ്ങനെ കൊടുക്കാറുണ്ട്. അത് പുളിച്ച കഞ്ഞിവെള്ളം ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അതാണ് നിങ്ങൾ ചില സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒരിക്കലും രാവിലെ ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ വെള്ളം ഇരുന്ന് ചീത്തയൊക്കെ ആണെങ്കിലും വൈകുന്നേരം നോക്കുമ്പോഴത്തേക്കും കറുത്തിരിക്കണം കാണും. അപ്പോൾ ഇതാണ് രാവിലെ വെച്ച് കൊടുത്ത വെള്ളം. ഓക്കെ, അത് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ വീണ്ടും വൈകുന്നേരമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. രാവിലെ ഞാൻ എനിക്ക് എടുക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ടൈമിലാണ് കൂടുതൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാറ്. അതായത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ രാവിലെ അവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ വലിയ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നതാണ്. അവർക്ക് ഇലകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വന്ന് കൊത്തിപ്പറക്കി കഴിക്കുന്നുണ്ട്. ഇലകൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർ ഇലകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന തീറ്റപ്പാത്രം ഇതിലകത്ത് കൊടുക്കുന്നത് നമ്മൾ ലെയർ മാഷിൻ്റെ പൊടിയാണ് കിടക്കുന്നത്. വേറെ ഒരുവിധ അഴുക്കും ഇത് ഈ തീറ്റപ്പാത്രത്തിലില്ല. നിങ്ങൾ തീറ്റപ്പാത്രം എന്ന് കരുതി ബോക്സ് എന്ന് കരുതുമ്പോൾ അതിൻ്റെ അകത്ത് തീറ്റ കൊടുക്കാറില്ല. ഇതാണ് നമ്മൾ കൊടുക്കുന്ന തീറ്റപ്പാത്രം. ഇപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം ഞാൻ വീഡിയോസ് കോഴികൾ ഇടാൻ തുടങ്ങിയ നാളെ മുതൽ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കൂടുതലും ഫുഡ് കൊടുക്കുന്നത്. അല്ല, ഇതിൻ്റെ അകത്ത് ആകുമ്പോഴത്തേക്കും ഒന്നും വേസ്റ്റായിട്ട് പോകില്ല, തപ്പി വീഴിയോ അങ്ങനെ ഒന്നും വരില്ല. നമ്മൾ ഈ ഒരു പാത്രം ഫിക്സഡായിട്ട് അവിടെ വെച്ചേക്കുവാണ്.
പിന്നെ ഇടയ്ക്കത് നമ്മൾ ക്ലീനാക്കി കൊടുക്കും. അതിൻ്റെ അകത്ത് വേസ്റ്റൊന്നും വരാത്ത രീതിയിൽ തന്നെയാണ്, കാരണം ആ പിടുകയോ ഒന്നും ചെയ്യാറില്ല. അത് നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കണം. പൊടി മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് രാവിലെ വെച്ച് കൊടുത്ത വെള്ളം, നമ്മൾ രാവിലെ വെച്ച് കൊടുത്ത വെള്ളത്തിൻ്റെ കോലം നോക്കിക്കേ, ഇപ്പോൾ നല്ലപോലെ കറുത്ത് ഒരു ഇതല്ലേ. അപ്പോൾ വൈകുന്നേരം ഞാനത് കൊട്ടിക്കളഞ്ഞു. അത് നാളത്തേക്ക് ഞാൻ വെച്ചേക്കാറില്ല, കൊട്ടിക്കളഞ്ഞതിന് ശേഷം വൈകുന്നേരം ഞാൻ ഇതുപോലെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം വെച്ച് കൊടുക്കണതാണ്. അപ്പോൾ ഒരുപാട് കുറച്ച് പേർക്കെങ്കിലും സംശയം മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ വൈകുന്നത്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഒരു കൈ കൊണ്ട് ക്യാമറ ഹാൻഡിൽ ചെയ്യും, ഒരു കൈ കൊണ്ട് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ പലപ്പോഴും ഇത് ബോക്സ് അവിടെ വെട്ടിക്കും കളഞ്ഞിട്ട് പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു മടി കാരണം ഞാൻ പലപ്പോഴും ഇപ്പോൾ ഈ വെള്ളം വെക്കണതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഇത് വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പോയി ഈ ബോക്സിൽ പോയി വെള്ളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പലപ്പോഴും ഇപ്പോൾ വീഡിയോസിൽ ഞാൻ ഈ വെള്ളം വെച്ച് കൊടുക്കുന്ന വീഡിയോ കാണാത്ത മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുന്ന ബോസിട്ട് വെച്ച് കൊടുക്കുന്ന കാണിച്ചു തന്നിട്ടുണ്ട്. പഴയ വീഡിയോസ് കണ്ടവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, അപ്പോൾ പുതിയ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നിങ്ങളോട് പറഞ്ഞ് ഒന്ന് ക്ലാരിഫിക്കേഷൻ ആക്കാമെന്ന് വെച്ചതാണ്. അല്ലാതെ എപ്പോഴും കോഴികൾക്ക് അഴുക്ക് വെള്ളം കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ വെച്ചാൽ രാവിലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട സമയങ്ങളുണ്ടാവും, കാരണം എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാവുമല്ലോ, നമുക്ക് ആവശ്യങ്ങളുണ്ടാവും, പുറത്ത് കൊണ്ടുവരും. അപ്പോൾ രാവിലെ പോയിട്ട് രാത്രിയൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ പിറ്റേ ദിവസത്തേക്ക് രാവിലെ നിറച്ച് വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും പിന്നെ വെള്ളം വെച്ച് കൊടുക്കുക. കാരണം നമുക്ക് പിന്നെ വൈകുന്നേരം വന്ന് മാറ്റി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പോകണം. കാരണം നമുക്ക് പോകേണ്ടടുത്ത് നമുക്ക് പോയി തന്നെ ചെയ്യണം. പലപ്പോഴും നമുക്ക് രാവിലെ പോയിട്ട് ചിലപ്പോൾ രാത്രിയൊക്കെ വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോഴും നമ്മൾ തീറ്റയാണെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ച് പകുതി ഭാഗം നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ട് പോകും. അപ്പോൾ ഇത് വൈകുന്നേരം ആരുടെയും സഹായം വേണ്ടിവരില്ല, അതിൻ്റെ തീറ്റ അവർക്ക് ഉണ്ടാവും. അപ്പോൾ 24 hours അതിൻ്റെ അകത്ത് തീറ്റ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഇതിലും വെള്ളം ഉണ്ടാവും. നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് തീറ്റ ഇല്ലാണ്ടൊന്നും പോകാറില്ല. അപ്പോൾ അവരെ വിശന്ന് കിടക്കുകയും അല്ലെങ്കിൽ ദാഹിച്ച് കിടക്കുകയും അഴുക്കുവെള്ളം കുടിക്കേണ്ട അവസ്ഥ നമ്മൾ പരമാവധി വരുത്താതെ നല്ല ഇതായിട്ട് പോകുന്നതാണ്. പിന്നെ അടിച്ച് ക്ലീൻ ചെയ്യണതും ഇതുപോലെ ക്ലീൻ ചെയ്യണതും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ടാണ് ചെയ്യണത്. അടിക്കലും മിക്കവാറും ചിലപ്പോൾ ആഴ്ച 2 ദിവസമൊക്കെ ഇട്ടൊക്കെ അടിക്കും കേട്ടോ. എന്നാലും പാത്രമൊക്കെ ആണെങ്കിലും ആഴ്ച ഒരു ദിവസം നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഇത് ചവറ് വെച്ചാൽ ഇതിൻ്റെ മേളിൽ നിന്ന് നല്ല ചവറ് വീഴാറുണ്ട്. അപ്പോൾ ചവറ് വീഴുന്ന ഒരുപാട് ഇലകളുണ്ടാവുമല്ലോ, അതുകൊണ്ട് ചിലപ്പം ആഴ്ച 2 ദിവസമൊക്കെ അടി. ഇപ്പം നല്ല കിളിർത്ത് പുതിയ ഇലകളൊക്കെ ആയതുകൊണ്ട് ഓവറായിട്ട് അങ്ങനെ ഇല വീഴാനില്ല. പിന്നെ വലേൻ്റെ മുഖത്ത് കിടക്കണ പഴയ ഇലകൾ മാത്രമേ അങ്ങനെ വീഴാനുള്ളൂ. അതുകൊണ്ട് എന്നാലും നമ്മൾ ഈ ഫുഡ് വേസ്റ്റൊക്കെ കൊടുക്കാറുണ്ട്, ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ കൊടുക്കാറുണ്ട്, മീനിൻ്റെ വേസ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പഴത്തൊലി അല്ലെങ്കിൽ മാങ്ങാത്തൊലി, മാങ്ങാണ്ടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഇടുന്ന കൂട്ടത്തിൽ അത് വരാറുണ്ട്. അതാണ് നിങ്ങൾ പൊതുവേ ചോട്ടിലേക്ക് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഒരുപാട് ദിവസം വൃത്തികേടാക്കി ഇടണം, അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തിടും. അതുപോലെ തന്നെ പാത്രമൊക്കെ ആണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കാറ്. ക്ലീനിങ് അത്യാവശ്യമാണ്, ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അത് മോശമല്ലേ. അതുപോലെ നിങ്ങൾ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നി. എന്നാലും എൻ്റെ ഒരു മിസ്റ്റേക്കാണല്ലോ എന്ന് കരുതി ഞാനിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തന്നതിന് സന്തോഷം. അതിന് യാതൊരുവിധ തെറ്റും എനിക്ക് തോന്നിയില്ല, കാരണം അങ്ങനെ നിങ്ങൾ കണ്ടതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി അത് ആവർത്തിക്കാതെ ഞാൻ നോക്കും. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ തെറ്റുകൾ സ്വാഭാവികം, ആരുടെ ഭാഗത്തു നിന്നും എപ്പോഴും ഉണ്ടാവാം. അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതും വളരെ സന്തോഷം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ടുകൾ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നും ചിലപ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയേക്കാം. ഞാൻ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞ് അതിനെ തിരുത്താം. അപ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഓരോ ദിവസവും നല്ല നല്ല വീഡിയോസ് ഇടാൻ സാധിക്കുന്നത്. നല്ല ഒരുപാട് കമൻറ്റ് വരാറുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട്. സപ്പോർട്ട് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.